മൂന്നാർ പഴയ മൂന്നാറിലെ CSI പള്ളിക്ക് സമീപം റോഡിൽ രൂപപ്പെട്ടിരുന്ന വിള്ളൽ കൂടുതൽ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി വാഹനങ്ങൾ ബദൽ ബൈപ്പാസ് റോഡിലൂടെ തിരിച്ചുവിടുകയാണ്. ഇതോടെ മൂന്നാർ പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ദേശീയപാതയുടെ മുകൾ ഭാഗത്തായിട്ടാണ് ഇന്നലെ വിള്ളൽ രൂപം കൊണ്ടിട്ടുള്ളത്. ഇന്ന് ആ വിള്ളൽ കൂടുതലായി എന്ന് വേണം പറയാൻ. ഏതു സമയത്തും ഒരു മണ്ണിടിച്ചൽ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏതായാലും മറ്റൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്തി അതുവഴി പാലം വഴിയാണ് ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ഇന്നലെയായിരുന്നു സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തിയത്. ഈ സന്ദർശനത്തിൽ വലിയ അപകടാവസ്ഥയിലാണെന്നും ചൂണ്ടിക്കാട്ടി സബ് കളക്ടർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ബദൽ സംവിധാനം ഒരുക്കിയാണ് ഇപ്പോൾ ആ റോഡിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ ഗതാഗതക്കുരുക്കാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത് എന്ന് വേണം പറയാൻ. ഈ ബദൽ സംവിധാനം ഒരുക്കിയെങ്കിലും ഇരുവശങ്ങളിലും വാഹനങ്ങൾ പോകുമ്പോൾ വലിയ ഒരു ഗതാഗതക്കുരുക്കിന് ഇടവരുത്തുന്നുണ്ട്. ഏതായാലും ഇതുവഴിയുള്ള ഇനിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ മണ്ണിടിച്ചൽ സാധ്യത പരിശോധിക്കണം. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ദേശീയപാത അധികൃതരുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഇതിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.